Good morning. Welcome to today's section of CTTF Digital. Today we have the topic Concept of Internet. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് അതായത് കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ, ബിസിനസ്സിൻ്റെ, എഡ്യൂക്കേഷൻ്റെ, എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അത് ഒരു ബാക്ക് ബോൺ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും അതുപോലെ തന്നെ കണക്ടിവിറ്റി മെത്തേഡ്സും ആപ്ലിക്കേഷൻ സർവീസസും ടൂൾസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ലെക്ചർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എങ്ങനെയാണ് ഒരു ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇന്റർനെറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും റിസോഴ്സസ്, സർവീസസ് ഒക്കെ ത്രൂ ഔട്ട് ദ വേൾഡിന്റെ ഏതൊരു ഭാഗത്ത് നിന്നിട്ടും നമുക്ക് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും റിസോഴ്സസ് ഷെയർ ചെയ്യാനും സർവീസസ് ഷെയർ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും റിസോഴ്സസും സർവീസസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ വേൾഡ് എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ അതായത് ഒരു സിംഗിൾ ഓണറോ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് അതോറിറ്റിയോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. സോ ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓണർ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് അതോറിറ്റി ഉണ്ടാവില്ല. കണക്ടിവിറ്റി, കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, IoT ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്കിലൂടെ ആയിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, IoT ഡിവൈസസ് ഒക്കെ തന്നെ കണക്ട് ചെയ്യുന്നത് ത്രൂ നെറ്റ്വർക്കിലൂടെയാണ്. നെക്സ്റ്റ്, പ്രോട്ടോകോൾസ്. കമ്മ്യൂണിക്കേഷൻ ഗവേൺ ചെയ്യുന്നത് ബൈ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള, അതായത് കമ്മ്യൂണിക്കേഷൻ ഇസ് ഗവേൺഡ് ബൈ ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. എന്താണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്? TCP അല്ലെങ്കിൽ IP പ്രോട്ടോകോൾ ആണ്. നെക്സ്റ്റ്, സർവീസസ്, ഇമെയിൽസ്, വെബ്സൈറ്റ്സ്, ക്ലൗഡ് സ്റ്റോറേജ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഇമെയില്, വെബ്സൈറ്റ്, ക്ലൗഡ് സ്റ്റോറേജ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഷോർട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് നമുക്ക് പറയാം. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക്സ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണ്. അതായത് ഇവിടെ ഒരു സിംഗിൾ ഓണറോ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് അതോറിറ്റിയോ ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ്, കണക്ടിവിറ്റി. ഈ കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, IoT ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്കിലൂടെ ആയിരിക്കും. പ്രോട്ടോകോൾസ്, ഈ കമ്മ്യൂണിക്കേഷൻ ഗവേൺ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ലൈക്ക് TCP അല്ലെങ്കിൽ IP വെച്ചിട്ടാണ്. നെക്സ്റ്റ്, സർവീസസ്, ഇമെയിൽസ്, വെബ്സൈറ്റ്, ക്ലൗഡ് സ്റ്റോറേജ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ചുരുക്കി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് ആണ് നമുക്ക് പറയാം. ദാറ്റ് ഇസ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ഇനി ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി. സോ നമുക്കിപ്പോൾ ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കണം, റൈറ്റ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ ടു യൂസ് ദ ഇന്റർനെറ്റ് യു നീഡ് എ വേ ടു കണക്ട് യുവർ ഡിവൈസ് ടു ഇറ്റ്. സോ ഹിയർ വി ഹാവ് ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഡയൽ അപ്പ് കണക്ഷൻ.
ഇതൊരു പഴയ മെത്തേഡാണ്. ഓക്കെ, അതായത് ഈ ടെലിഫോൺ ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പഴയ മെത്തേഡാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സ്ലോ ആണ്, അതേപോലെ തന്നെ മോസ്റ്റ്ലി ഔട്ട്ഡേറ്റഡ്. ഇന്നത്തെ കാലത്ത് ഇത് കൂടുതലായിട്ടും അങ്ങനെ യൂസ് ചെയ്യുന്നതില്ല. ഓക്കെ, സോ ഓൾഡ് മെത്തേഡാണ് യൂസിങ് ടെലിഫോൺ ലൈൻസ്. വളരെ സ്ലോ ആണ്, ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ കാലത്ത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രോഡ്ബാൻഡ് ആണ്. ഇതൊരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഓക്കെ, ഇത് ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഇത് DSL-ലൂടെയും അതുപോലെ തന്നെ കേബിളുകളിലൂടെ അതുപോലെ തന്നെ ഫൈബർ ഓപ്റ്റിക് ലൈൻസിലൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, DSL-ലൂടെയും കേബിളിലൂടെയും അല്ലെങ്കിൽ ഫൈബർ ഓപ്റ്റിക് ലൈൻസിലൂടെയാണ് വരുന്നത്. സോ ഡയലപ്പ് പറഞ്ഞു, ബ്രോഡ്ബാൻഡ് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് വൈഫൈ. ഇതൊരു വയർലെസ് കണക്ഷൻ ആണ് യൂസിങ് എ റൗട്ടർ. ഒരു റൗട്ടർ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് കണക്ഷൻ ആണ് വൈഫൈ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസസിന് വയേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ വയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഡിവൈസുകള് വയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് മൊബൈൽ ഡേറ്റ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൊബൈൽ ഡേറ്റ. ഇന്റർനെറ്റിന് മൊബൈൽ നെറ്റ്വർക്കിലൂടെ, ഓക്കെ, ഇന്റർനെറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് ത്രൂ യുവർ മൊബൈൽ നെറ്റ്വർക്ക്, നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിലൂടെ ഇന്റർനെറ്റ്. ഇതിൻ്റെ അകത്ത് 3G ഉണ്ട്, 4G ഉണ്ട്, 5G ഉണ്ട്. ഇതെന്താ? ജനറേഷൻസ് ആണ്, റൈറ്റ്? സോ 3Gയും 4Gയും 5Gയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ത്രൂ സാറ്റലൈറ്റ്സ്, ഇന്റർനെറ്റ് സാറ്റലൈറ്റ്സിലൂടെ. ഓക്കെ, ഇതൊരു യൂസ്ഫുൾ ഇൻ ഈ റിമോട്ട് ഏരിയാസ് ഉണ്ടാവും. അതായത് ഈ കേബിളുകളൊന്നും എത്തിപ്പെടാത്ത റിമോട്ട് ഏരിയാസിൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് പോസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു ബേസിക്സ്? ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ടിവിറ്റിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്, ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസിന് അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരു വേ നമുക്ക് ആവശ്യമാണ്. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡയലപ്പ് കണക്ഷൻ. ഇതൊരു പഴയ മെത്തേഡാണ്. അതായത് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് വളരെ സ്ലോ ആണ്, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അത് മോസ്റ്റ്ലി ഔട്ട്ഡേറ്റഡും ആണ്. നെക്സ്റ്റ് ബ്രോഡ്ബാൻഡ്. ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഓക്കെ, ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് എന്താ? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഇത് DSL-ലൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, കേബിൾ അല്ലെങ്കിൽ ഫൈബർ ഓപ്റ്റിക് ലൈൻസിലൂടെ ഒക്കെ ആയിരിക്കും ഇത് വരുന്നുണ്ടാവുന്നത്. നെക്സ്റ്റ് വൈഫൈ. വൈഫൈ എന്ന് പറയുന്നത് ഒരു വയർലെസ് കണക്ഷൻ ആണ്. റൗട്ടർ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് കണക്ഷൻ ആണ് വൈഫൈ എന്ന് പറയുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ഡിവൈസുകള് വിത്തൗട്ട് വയേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ അല്ലാതെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് മൊബൈൽ ഡേറ്റ. ഇത് നമുക്ക് മൊബൈൽ നെറ്റ്വർക്കിലൂടെ ഇന്റർനെറ്റ് തരുന്നുണ്ട്. ഓക്കെ, മൊബൈൽ നെറ്റ്വർക്കിലൂടെ ഇന്റർനെറ്റ് തരും. ഇതിൻ്റെ അകത്ത് 3G 4G 5G ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ത്രൂ സാറ്റലൈറ്റ്സ്. ഇത് റിമോട്ട് ഏരിയാസിൽ, അതായത് കേബിൾസ് ഒന്നും എത്തിപ്പെടാത്ത റിമോട്ട് ഏരിയാസിൽ ഇത് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് റിക്വയർമെന്റ്സ് ടു കണക്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? ഹിയർ വി ഹാവ് ISP. ISP എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ഓക്കെ, എന്താണ് ISP എന്ന് പറയുന്നത്? വി ഓൾ നോ ദാറ്റ്, റൈറ്റ്? ഇതൊരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ഇതൊരു കമ്പനി. ഈ ഒരു കമ്പനി നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ കമ്പനി ദാറ്റ് ഗിവ്സ് യു ഇന്റർനെറ്റ് ആക്സസ്. നെക്സ്റ്റ് മോഡം അല്ലെങ്കിൽ റൗട്ടർ. ഡിവൈസ് ദാറ്റ് കണക്ട് യുവർ കമ്പ്യൂട്ടർ ഓർ ഫോൺ ടു ദ ഇന്റർനെറ്റ്. അതായത് നമ്മളെ ഫോണിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ മോഡം അല്ലെങ്കിൽ റൗട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് IP അഡ്രസ്. ഇത് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. ഇത് നമ്മുടെ ഡിവൈസിന് എന്ത് ചെയ്യുന്നുണ്ട്?
ഒരു യുണീക്ക് നമ്പർ ആണ് നമ്മുടെ ഡിവൈസുമായിട്ട് അസൈൻ ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ഓൺലൈൻ, അതായത് നമുക്ക് ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓൺലൈൻ. ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ് നമ്മുടെ ഡിവൈസിനെ അസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ റിക്വയർമെന്റ്സ് ടു കണക്ട്, ISP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ഇത് കമ്പനി നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് തരുന്നുണ്ട്. നെക്സ്റ്റ് മോഡം അല്ലെങ്കിൽ റൗട്ടർ, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ ഫോണിനെയോ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. IP അഡ്രസ്, ഇതൊരു യുണീക്ക് നമ്പർ ആണ്. ഇത് നമ്മുടെ ഡിവൈസിനെ ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഡിവൈസുമായിട്ട് അസൈൻ ചെയ്യുന്ന ഒരു യുണീക്ക് നമ്പർ ആണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർനെറ്റ്. എന്തൊക്കെയാണ് ഇന്റർനെറ്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഏരിയാസിൽ, നമ്മളെ ഡെയിലി ലൈഫിന്റെ അകത്ത് ഒരുപാട് ഏരിയാസിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേർന്നു എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് വേണം. സോ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസും റിസർച്ചസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതായത് നമ്മൾ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റിസർച്ചസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിസിനസ്, അതായത് ഈ ഓൺലൈനായിട്ട് നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെ ഷോപ്പ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓൺലൈനായിട്ട് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെ, അതായത് നമുക്ക് ഈ ഫ്ലിപ്കാർട്ടും ആമസോൺ ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അറിയാം, റൈറ്റ്? സോ ഇങ്ങനെയുള്ള വെബ്സൈറ്റിലൂടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇന്റർനെറ്റ് വേണം. അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങിന് വേണ്ടിയിട്ടും ക്ലൗഡ് സർവീസസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ബാങ്കിങ്ങിന് വേണ്ടിയിട്ടും ക്ലൗഡ് സർവീസസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽസ്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കോൾസിലും അതുപോലെ തന്നെ കോൺഫറൻസസിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ഇന്റർനെറ്റ്, റൈറ്റ്? സോ ഇമെയിൽസും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വീഡിയോ കോൾസും കോൺഫറൻസസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, അതായത് ഈ മൂവീസ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മ്യൂസിക്സ് ഓൺലൈൻ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മൂവീസ് കാണാൻ വേണ്ടിയിട്ടും മ്യൂസിക്സ് ഓൺലൈൻ ആയിട്ട് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസ് പ്ലേ ചെയ്യാൻ, നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ആയിട്ട് ഒരു ഗെയിം പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ഇന്റർനെറ്റ്. നെക്സ്റ്റ് ഗവൺമെന്റ് സർവീസസ്, അതായത് ഈ ഗവേണൻസ് പോർട്ടൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഫയൽ ടാക്സസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ആവശ്യമാണ്? ഇന്റർനെറ്റ് ആവശ്യമാണ്. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ, അതായത് വേൾഡ് വൈഡ് പീപ്പിളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും വി നീഡ് എന്ത്? ഇന്റർനെറ്റ്. സോ എന്തൊക്കെയാണ് ഇന്റർനെറ്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഡെയിലി ലൈഫിന്റെ അകത്ത് ഇന്റർനെറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹിയർ വി ഹാവ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസർച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിൽ, അതായത് ഓൺലൈനിലൂടെ നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, അതായത് ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെയൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ട്. നെക്സ്റ്റ് ഈ ഓൺലൈൻ ബാങ്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ് സർവീസസിനും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻസ്,
ഇമെയിൽസും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജസും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമെയിൽസും ഇൻസ്റ്റന്റ് മെസ്സേജസും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ കോൾസും കോൺഫറൻസസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വീഡിയോ കോൾസും കോൺഫറൻസസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഏരിയാസിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഏരിയയിൽ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹിയർ വി ഹാവ് എഡ്യൂക്കേഷൻ, അതായത് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ബിസിനസ് പറഞ്ഞു, ദെൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വി ഹാവ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും, മ്യൂസിക്സ് ഓൺലൈൻ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും, ഓൺലൈൻ ആയിട്ടുള്ള ഗെയിംസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, മൂവീസ് കാണാൻ വേണ്ടിയിട്ടും, മ്യൂസിക്സ് ഓൺലൈൻ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും, ഓൺലൈൻ ഗെയിംസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും. നെക്സ്റ്റ് ഗവൺമെന്റ് സർവീസസിൽ, അതായത് ഈ ഗവേണൻസ് പോർട്ടൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഗവേണൻസ് പോർട്ടൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയൽ ടാക്സസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ, അതായത് കണക്ട് ആൻഡ് ഷെയർ വിത്ത് ദ പീപ്പിൾ വേൾഡ് വൈഡ്. ഓക്കെ, കണക്ട് ആൻഡ് ഷെയർ വിത്ത് ദ പീപ്പിൾ വേൾഡ് വൈഡ്. നെക്സ്റ്റ് ടൂൾസും ട്രബിൾ ഷൂട്ടിങ്ങും. ഈ ടൂൾസ്, അതായത് ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൂൾസ് ഫോർ യൂസിങ് ഇന്റർനെറ്റ്. നമുക്കിപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾസ് ആണ് വേണ്ടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വെബ് ബ്രൗസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രോഗ്രാം ആണ്, ലൈക്ക് ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ് പോലെയുള്ള പ്രോഗ്രാംസ്, ലൈക്ക് ക്രോം ആൻഡ് ഫയർഫോക്സ് ടു ബ്രൗസ് വെബ്സൈറ്റ്. അതായത് ഈ ക്രോമും ഫയർഫോക്സും ഒക്കെ പോലെയുള്ള പ്രോഗ്രാംസിന് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ക്രോം, ഫയർഫോക്സ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാംസിന് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമെയിൽ ക്ലയൻസ്. ഈ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ തണ്ടർബേർഡ് ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഔട്ട്ലുക്ക് അല്ലെങ്കിൽ തണ്ടർബേർഡ് പോലെയുള്ള ആപ്ലിക്കേഷൻസിന് ഇമെയിൽസ് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് അല്ലെങ്കിൽ തണ്ടർബേർഡിന് ഇമെയിൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, സോ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് അല്ലെങ്കിൽ തണ്ടർബേർഡ് ഇമെയിൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട്. നെക്സ്റ്റ് FTP ടൂൾസ്, അതായത് ഈ ഫയൽസില്ല. ഓക്കെ, ഫയൽസില പോലെയുള്ള ടൂൾസ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ദ ഇന്റർനെറ്റ്. സോ ഫയൽസില പോലുള്ള ടൂൾസ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഓവർ ദ ഇന്റർനെറ്റ്. ഓക്കെ, സോ ടൂൾസ് ഫോർ യൂസിങ് ഇന്റർനെറ്റ്, ഹിയർ വി ഹാവ് വെബ് ബ്രൗസേഴ്സ്, അതുപോലെ തന്നെ ഇമെയിൽ ക്ലയൻസ്, FTP ടൂൾസ്. വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് ഈ ക്രോം അതുപോലെ തന്നെ ഫയർഫോക്സ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാംസ് വെബ് ബ്രൗസേഴ്സ് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമെയിൽ ക്ലയന്റ്, ഈ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ തണ്ടർബേർഡ് ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഇമെയിൽസ് റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് FTP ടൂൾസ്, ഈ ഫയൽസില്ല പോലുള്ള ടൂൾസ് ഫയൽസ് ഇന്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രബിൾ ഷൂട്ടിംഗ് ഇന്റർനെറ്റ് ഇഷ്യൂസ്. ട്രബിൾ ഷൂട്ടിംഗ് ഇന്റർനെറ്റ് ഇഷ്യൂസ്, ഫസ്റ്റ് ചെക്ക് കണക്ഷൻസ്, അതായത് മേക്ക് ഷുവർ ഈ ലാൻ കേബിൾസോ അല്ലെങ്കിൽ വൈഫൈയോ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് ഈ ലാൻ കേബിൾസ് അല്ലെങ്കിൽ വൈഫൈ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, സോ ചെക്ക് കണക്ഷൻസ്. സോ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക ഈ ലാൻ കേബിൾസോ അല്ലെങ്കിൽ വൈഫൈയോ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് റീസ്റ്റാർട്ട് മോഡം അല്ലെങ്കിൽ റൗട്ടർ. ഓക്കെ, റീസ്റ്റാർട്ട് മോഡം അല്ലെങ്കിൽ റൗട്ടർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കണക്ഷൻ പ്രോബ്ലംസിന്, ഓക്കെ, ഒരുപാട് കണക്ഷൻ പ്രോബ്ലംസിന് ഇത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് കണക്ഷൻ പ്രോബ്ലംസിന് ഇത് ഫിക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പിങ് ആൻഡ് ട്രാസേർഡ് കമാൻഡ്സ്. ഓക്കെ, പിങ് ആൻഡ് ട്രാസേർഡ് കമാൻഡ്സ്, അതായത് ടെസ്റ്റ് വെദർ നമ്മുടെ ഡിവൈസിന് ഇന്റർനെറ്റിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് വെദർ യുവർ ഡിവൈസ് ക്യാൻ റീച്ച് ദ ഇന്റർനെറ്റ്, നമ്മുടെ ഡിവൈസ് ഇന്റർനെറ്റ് ലോട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിയർ ബ്രൗസർ ക്യാഷ്, ഇത് ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ
ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെബ്സൈറ്റിൽ വരുന്ന ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലിയർ ബ്രൗസർ കാഷ്. ഇത് ലോഡിംഗ് ഇഷ്യൂസ്, വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന ലോഡിംഗ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോൺടാക്ട് ISP. കോൺടാക്ട് ISP ഇഫ് ഈ ഒന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് പ്രൊവൈഡർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻ ഹെൽപ്പ്. യുവർ ഇന്റർനെറ്റ് പ്രൊവൈഡർ ക്യാൻ ഹെൽപ്പ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ട്രബിൾ ഷൂട്ടിംഗ് ഇന്റർനെറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്? കണക്ഷൻസ് ചെക്ക് ചെയ്യുന്നത്, അതായത് ഈ ലാൻ കേബിൾസോ അല്ലെങ്കിൽ വൈഫൈയോ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, സോ കണക്ഷൻസ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് റീസ്റ്റാർട്ട് മോഡം അല്ലെങ്കിൽ റൗട്ടർ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കണക്ഷൻ പ്രോബ്ലംസിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കണക്ഷൻ പ്രോബ്ലംസിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പിങ് ആൻഡ് ട്രസേർഡ് കമാൻഡ്. പിങ് ആൻഡ് ട്രസേർഡ് കമാൻഡ്, അതായത് ടെസ്റ്റ് വെദർ നമ്മുടെ ഡിവൈസസ് ഒക്കെ ഇന്റർനെറ്റിൽ റീച്ച് ചെയ്യാന്നുള്ളത്. ഓക്കെ, ടെസ്റ്റ് വെദർ യുവർ ഡിവൈസ് ക്യാൻ റീച്ച് ദ ഇന്റർനെറ്റ്. നമ്മുടെ ഡിവൈസിന് ഇന്റർനെറ്റോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ക്ലിയർ ബ്രൗസർ കാഷ്. ഓക്കെ, ക്ലിയർ ബ്രൗസർ കാഷ്. ഇത് ലോഡിംഗ് ഇഷ്യൂസ്, വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോൺടാക്ട് ISP. ഇപ്പൊ ഒന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് പ്രൊവൈഡർ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സോ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടൂൾസ് ആൻഡ് ട്രബിൾ ഷൂട്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു. ടൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടൂൾസ്, അതായത് ടൂൾസ് ഫോർ യൂസിങ് ഇന്റർനെറ്റ്. ഫസ്റ്റ് വി ഹാവ് വെബ് ബ്രൗസേഴ്സ്. ഈ ക്രോം, ഫയർഫോക്സ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാംസ്, ക്രോം, ഫയർഫോക്സ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാംസ് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇമെയിൽ ക്ലയൻസ്, ഈ ഔട്ട്ലുക്കോ അല്ലെങ്കിൽ തണ്ടർ ബേർഡ് ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഇമെയിൽസ് റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് FTP ടൂൾസ്, ഈ ഫയൽസില പോലെയുള്ള ടൂൾസ് ഫയല് ഇന്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ട്രബിൾ ഷൂട്ടിംഗ് ഇന്റർനെറ്റ് ഇഷ്യൂസ്. ഈ കണക്ഷൻസ് ചെക്ക് ചെയ്യുന്നത്, അതായത് ലാൻ കേബിൾസ് അല്ലെങ്കിൽ വൈഫൈ ഒക്കെ തന്നെ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റീസ്റ്റാർട്ട് മോഡം അല്ലെങ്കിൽ റൗട്ടർ. ഇത് ഒരുപാട് കണക്ഷൻ പ്രോബ്ലംസിനെ ഓഫൺ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പിങ് ആൻഡ് ട്രസേർഡ് കമാൻഡ്. ഇത് ടെസ്റ്റ് ചെയ്യും, അതായത് നമ്മുടെ ഡിവൈസ് ഇന്റർനെറ്റിലോട്ടേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത്. നെക്സ്റ്റ് ക്ലിയർ ബ്രൗസർ കാഷ്. ഇത് ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന, അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ISP. ഇതൊന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് പ്രൊവൈഡറിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഇൻട്രാനെറ്റും എന്താണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇൻട്രാനെറ്റ്. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ an intranet is a private network that is used within an organization. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ റിസോഴ്സസും വളരെ സെക്യൂർ ആയിട്ട് എംപ്ലോയീസിന്റെ ഇടയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇൻഫോർമേഷൻസും റിസോഴ്സസും എംപ്ലോയീസിന്റെ ഇടയിൽ വളരെ സെക്യൂർ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഷെയർ ഇൻഫോർമേഷൻസ് ആൻഡ് റിസോഴ്സസ് സെക്യൂർലി എമംഗ് എംപ്ലോയീസ്. ഇവിടെ ആക്സസ് എന്ന് പറയുന്നത് അതായത് ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആ ഒരു ആൾക്കാർക്ക് മാത്രം എന്തായിരിക്കും, ആക്സസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. സോ ആക്സസ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. സോ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. ഓക്കെ,
സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഇത് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിസോഴ്സസും വളരെ സെക്യൂർ ആയിട്ട് എംപ്ലോയീസിന്റെ ഇടയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആക്സസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ടു പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. സോ എന്തിനൊക്കെ ഇതിന്റെ മെയിൻ യൂസസ് എന്തൊക്കെയാണ്? ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഇമെയിൽസ്, അനൗൺസ്മെന്റ്സ്, മെസ്സേജിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇമെയിൽസിന്, അനൗൺസ്മെന്റ്സിന്, മെസ്സേജിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡോക്യുമെന്റ്സ്, ഫയൽസ്, റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡോക്യുമെന്റ്സ്, ഫയൽസ്, റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡോക്യുമെന്റ്സ്, ഫയൽസ്, റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കൊളാബറേഷൻ ഓൺ പ്രോജക്ട് ത്രൂ ഇന്റേണൽ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, കൊളാബറേഷൻ ഓൺ പ്രോജക്ട് ത്രൂ ഇന്റേണൽ പ്ലാറ്റ്ഫോംസ്. ഓക്കെ അല്ലേ? സോ കൊളാബറേഷൻ ഓൺ പ്രോജക്ട് ത്രൂ ഇന്റേണൽ പ്ലാറ്റ്ഫോംസ്. സോ എന്തൊക്കെയായിരുന്നു മെയിൻ യൂസസ്? ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഡോക്യുമെന്റ്സും ഫയൽസും റിസോഴ്സസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോജക്റ്റിനെ ഇന്റേണൽ പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്. ഇത് സെക്യൂറും അതുപോലെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയൺമെന്റ് ആണ്. ഓക്കെ, സെക്യൂർഡ് ആൻഡ് കൺട്രോൾഡ് എൻവയൺമെന്റ്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷനും പ്രൊഡക്ടിവിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോർട്ടൽ, ഓക്കെ, സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫാക്കൽറ്റിക്കും വേണ്ടുന്ന ഒരു യൂണിവേഴ്സൽ പോർട്ടലിന് ഷെഡ്യൂൾസും അസൈൻമെന്റ്സും ഇന്റേണൽ നോട്ടീസസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഒരു യൂണിവേഴ്സിറ്റി പോർട്ടൽ ഫോർ സ്റ്റുഡൻസ്, ഒരു സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി പോർട്ടൽസ്, ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ അസൈൻമെന്റ്സും ഇന്റേണൽ നോട്ടീസസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒരു കമ്പനി എംപ്ലോയീസിന്, ഓക്കെ, ഒരു കമ്പനി ഇൻട്രാനെറ്റ് ഫോർ എംപ്ലോയീസ് ടു ആക്സസ് HR പോളിസീസ്, പ്രൊജക്ട് ഫയൽസ്, അനൗൺസ്മെന്റ്സ്. ഓക്കെ, സോ എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്? ഒരു ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ, അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് വളരെ സെക്യൂർഡ് ആയിട്ട്, ഓക്കെ, എംപ്ലോയീസിന്റെ ഇടയിൽ വളരെ സെക്യൂർഡ് ആയിട്ട് ഇൻഫോർമേഷൻസ് റിസോഴ്സസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആക്സസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ആക്സസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, അതായത് ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. നെക്സ്റ്റ് മെയിൻ യൂസസ്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഇമെയിൽസ്, അനൗൺസ്മെന്റ്സ്, മെസ്സേജിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയൽസ്, റിസോഴ്സസ് ഒക്കെ, ഡോക്യുമെന്റ്സ്, ഫയൽസ്, റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊളാബറേഷൻസ് ഓൺ പ്രോജക്ട് ത്രൂ ഇന്റേണൽ പ്ലാറ്റ്ഫോംസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്. ഇതിന്റെ എൻവയൺമെന്റ് എന്ന് പറയുന്നത് വളരെ സെക്യൂർഡും അതുപോലെ തന്നെ കൺട്രോൾഡും ആണ്. ഇത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷനും പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിള്, ഒരു യൂണിവേഴ്സൽ പോർട്ടൽ, ഓക്കെ, സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും വേണ്ടുന്ന യൂണിവേഴ്സിറ്റി പോർട്ടലില് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷെഡ്യൂൾസ്, അസൈൻമെന്റ്സ്, ഇന്റേണൽ നോട്ടീസസ് ഒക്കെ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനി ഇൻട്രാനെറ്റ് ഫോർ എംപ്ലോയീസ്, ഓക്കെ, കമ്പനി ഇൻട്രാനെറ്റ് ഫോർ എംപ്ലോയീസ് ടു ആക്സസ് HR പോളിസീസ്, പ്രോജക്ട് ഫയൽസ്, അനൗൺസ്മെന്റ്. ഓക്കെ, ഒരു കമ്പനി ഇൻട്രാനെറ്റ് ഫോർ എംപ്ലോയീസ് ടു ആക്സസ് HR പോളിസീസ്, പ്രോജക്ട് ഫയൽസ് ആൻഡ് അനൗൺസ്മെന്റ്. ഓക്കെ, ഇനി എക്സ്ട്രാനെറ്റ്.
ഒരു എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ആണ്. അതായത് ഇൻട്രാനെറ്റിന്റെ എക്സ്റ്റൻഷനെയാണ് നമ്മൾ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾഡ് ആക്സസ് ടു സെലക്ടഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇത് എന്ത് അനുവദിക്കുന്നുണ്ട്? കൺട്രോൾഡ് ആക്സസ് അനുവദിക്കുന്നുണ്ട്. അതായത് സെലക്ടഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് കൺട്രോൾ ആക്സസ് അനുവദിക്കുന്നുണ്ട്. സോ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഇൻട്രാനെറ്റിന്റെ എക്സ്റ്റൻഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഇൻട്രാനെറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് കൺട്രോൾഡ് ആക്സസ്, സെലക്ടഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് കൺട്രോൾഡ് ആക്സസ് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സോ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ആണ്, ഇൻട്രാനെറ്റിന്റെ എക്സ്റ്റൻഷൻ ആണ്. അത് കൺട്രോൾഡ് ആക്സസിന്റെ സെലക്ടഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്, അതായത് കൺട്രോൾഡ് ആക്സസ് അനുവദിക്കുന്നുണ്ട്. ആർക്ക്? selected external users in it. Okay, so an extranet is an extension of an intranet that allow controlled access to selected external users. അതായത് ഇൻട്രാനെറ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമായിരിക്കും ഇന്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ എക്സ്ട്രാനെറ്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയി. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രാനെറ്റിന്റെ കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ ആണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇത് സെലക്ടഡ് എക്സ്റ്റേണൽ യൂസേഴ്സിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കൊളാബറേഷൻ. ഓക്കെ, സോ ഇനാബിൾസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ വിത്ത് പാർട്ട്നേഴ്സ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. ഒരു ഓർഗനൈസേഷന്റെ പുറത്തുള്ള കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ഇനാബിൾ ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ വിത്ത് പാർട്ട്നേഴ്സ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് മെയിൻ യൂസസ് എന്ന് പറയുന്നത്? certain internal resources. ഓക്കെ, അതായത് ഈ certain internal resources നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന പുറത്തുള്ള ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, certain internal resources നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന പുറത്തുള്ള ആൾക്കാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, so certain internal resources with the trusted outsiders, sharing certain internal resources with the trusted outsiders. പിന്നെ കോർഡിനേറ്റിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഓർഡർ വിത്ത് സപ്ലയേഴ്സ്. ഓക്കെ, കോർഡിനേറ്റിംഗ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ്. ഓക്കെ, ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഓർഡേഴ്സ് പുറത്തുള്ളവർക്ക് വിത്ത് സപ്ലയറുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന്, അതായത് പ്രൊവൈഡിങ് കസ്റ്റമേഴ്സ് വിത്ത് ആക്സസ് ടു സ്പെസിഫിക് സർവീസസ്. ഓക്കെ, പ്രൊവൈഡിങ് കസ്റ്റമർ വിത്ത് ആക്സസ് ടു സ്പെസിഫിക് സർവീസസ്. സോ certain internal resources. ഓക്കെ, certain internal resources നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന പുറത്തുള്ള ആൾക്കാർക്കും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഓർഡേഴ്സിന് കോർഡിനേറ്റിംഗ് വിത്ത് സപ്ലയേഴ്സ്, പ്രൊവൈഡിങ് കസ്റ്റമേഴ്സ് വിത്ത് ആക്സസ് ടു സ്പെസിഫിക് സർവീസസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, അതായത് ഈ കൊളാബറേഷൻസ് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ട് കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ട് കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബിസിനസ് എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ കൊളാബറേഷൻസ് എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട്, ഓക്കെ, എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ട് കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്ന ബിസിനസ് എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഇംപ്രൂവ് ചെയ്യുന്നത്. സോ കൊളാബറേഷൻസ് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടുള്ള കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്നു, ബിസിനസ് എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സപ്ലയേഴ്സ് ആക്സസിങ് കമ്പനീസ് ഓർഡർ സിസ്റ്റം ടു ചെക്ക് സ്റ്റോക്ക് ലെവൽ ആൻഡ് പ്ലേസ് ഓർഡേഴ്സ്. സപ്ലയേഴ്സ് ആക്സസിങ് എ കമ്പനീസ് ഓർഡർ സിസ്റ്റം ടു ചെക്ക് സ്റ്റോക്ക് ലെവൽസ് ആൻഡ് പ്ലേസ് ഓർഡേഴ്സ്. പിന്നെ ഒരു കമ്പനി കസ്റ്റമേഴ്സിന് ആക്സസ് ടു ദിയർ ഷിപ്മെന്റ് ട്രാക്കിംഗ് സിസ്റ്റം, അവരുടെ ഷിപ്മെന്റ് ട്രാക്കിംഗ് സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി അനുവദിക്കുന്നുണ്ട്. റൈറ്റ്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കൊളാബറേഷൻ, എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടുള്ള കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിസിനസ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ സപ്ലയേഴ്സ് കമ്പനീന്റെ ഓർഡർ സിസ്റ്റം ചെക്ക് ചെയ്യുക, അതായത് കമ്പനി ഓർഡർ സിസ്റ്റം സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീന്റെ ഓർഡർ സിസ്റ്റം ആക്സസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റോക്ക് ലെവൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ ഒരു കമ്പനി കസ്റ്റമറിന് അവരുടെ ഷിപ്മെന്റ് ട്രാക്കിംഗ് സിസ്റ്റം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്
കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി അനുവദിക്കുന്നുണ്ട്. സോ എന്തൊക്കെയായിരുന്നു എക്സ്ട്രാനെറ്റ്? എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത് ഇൻട്രാനെറ്റിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇത് കൺട്രോൾഡ് ആക്സസ്, ഓക്കെ, അതായത് സെലക്ട് ചെയ്തേക്കുന്ന എക്സ്റ്റേണൽ യൂസേഴ്സിന് ആക്സസ്, അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൺട്രോൾ ആക്സസ് അനുവദിക്കുന്നുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കൊളാബറേഷൻ വിത്ത് പാർട്ട്നേഴ്സ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, ഒരു ഓർഗനൈസേഷന്റെ പുറത്തുള്ള എന്തിനെ അനുവദിക്കുന്നുണ്ട്? മെയിൻ യൂസേഴ്സ് certain internal resources ട്രസ്റ്റഡ് ഔട്ട്സൈഡേഴ്സുമായിട്ട് certain internal resources ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, sharing certain internal resources with trusted outsiders. Next, coordinating project അല്ലെങ്കിൽ order with suppliers. Coordinating project അല്ലെങ്കിൽ orders with suppliers. Okay, so coordinating project അല്ലെങ്കിൽ orders with suppliers. പിന്നെ കസ്റ്റമേഴ്സിന് എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫിക് സർവീസസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൊവൈഡിങ് കസ്റ്റമേഴ്സ് വിത്ത് ആക്സസ് ടു സ്പെസിഫിക് സർവീസ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ്. ഈ കൊളാബറേഷൻ, അതായത് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടുള്ള കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഈ സപ്ലയേഴ്സ് കമ്പനീൻ്റെ ഓർഡർ സിസ്റ്റം, സപ്ലയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീൻ്റെ ഓർഡർ സിസ്റ്റം ആക്സസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോക്ക് ലെവല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, പിന്നെ ഒരു കമ്പനി കസ്റ്റമറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ഷിപ്മെന്റ് ട്രാക്കിംഗ് സിസ്റ്റം, ഓക്കെ, അവരുടെ ഷിപ്മെന്റ് ട്രാക്കിംഗ് സിസ്റ്റം കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. ഫീച്ചേഴ്സും പിന്നെ ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ യൂസേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്റേണൽ എംപ്ലോയീസ് മാത്രമായിരിക്കും ഈ ഒരു ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇന്റേണൽ എംപ്ലോയീസ് മാത്രമായിരിക്കും. ബട്ട് എക്സ്ട്രാനെറ്റിൽ സെലക്റ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനും കൂടെ അത് ആക്സസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സെലക്റ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനും കൂടെ ആക്സസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇൻട്രാനെറ്റ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാനെറ്റ് ഫോർ എക്സ്റ്റേണൽ കൊളാബറേഷൻ. ഇൻട്രാനെറ്റ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും എക്സ്ട്രാനെറ്റ് എക്സ്റ്റേണൽ കൊളാബറേഷന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്യൂരിറ്റി. ഈ ഒരു ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ മാത്രമായിരിക്കും. സോ ഹൈലി സെക്യൂർ ആണ്. അതുപോലെ വി ഡിസ്കസ്ഡ് അബൌട്ട് ഇൻട്രാനെറ്റ്, റൈറ്റ്? അതായത് ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു ഇതിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒരു ഓർഗനൈസേഷൻ എടുത്തതിന് അതിന്റെ ഉള്ളിൽ മാത്രമാണ് ഈ ഒരു ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഹൈലി സെക്യൂർഡും ആണ്, ഇന്റേണൽ ഓൺലി. എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ആക്സസ് ആണ്. അതായത് ഔട്ട്സൈഡേഴ്സിന് കൺട്രോൾഡ് ആയിട്ടുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സെലക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്സൈഡേഴ്സിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും, ഇൻട്രാനെറ്റ് ഇന്റേണൽ എംപ്ലോയീസ് മാത്രമായിരിക്കും, എക്സ്ട്രാനെറ്റ് സെലക്റ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനും കൂടെ അനുവദിക്കുന്നുണ്ട്. ഇൻട്രാനെറ്റ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും എക്സ്ട്രാനെറ്റ് എക്സ്റ്റേണൽ കൊളാബറേഷന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഹൈലി സെക്യൂറും ഇന്റേണൽ ഓൺലി ആണ്. എക്സ്ട്രാനെറ്റ് കൺട്രോൾഡ് ആക്സസ് ഫോർ ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർനെറ്റ് സർവീസസ്. ഓക്കെ, ഇന്റർനെറ്റ് സർവീസസ്. ഈ ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്. ഓക്കെ, ഇന്റർനെറ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ 3 മെയിൻ കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഇന്റർനെറ്റിന്റെ സർവീസസ് എന്ന് പറയുന്നത്? ഈ ഒരു ഇന്റർനെറ്റ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ്
അതിനെ 3 കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ്. ഓക്കെ, ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, then information retrieval servicesഉം വെബ് സർവീസസും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, information retrieval services, web services. ഓക്കെ, സോ ഇന്റർനെറ്റ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ 3 മെയിൻ കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്, വെബ് സർവീസസ്. ഓക്കെ, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്, വെബ് സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത് ഈ സർവീസസ് ഒക്കെ പീപ്പിളിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത് ഈ സർവീസസ് ആൾക്കാരെ ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. സോ ഈ സർവീസസ് ഒക്കെ ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമെയിൽ, അതായത് ഇലക്ട്രോണിക്കലി sending and receiving messages electronically. Okay, sending and receiving messages electronically, അതായത് ഇലക്ട്രോണിക്കലി നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജിമെയിൽ, ഔട്ട്ലുക്ക്. ഓക്കെ, സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഇലക്ട്രോണിക്കലി. ഇന്റർനെറ്റ് സർവീസസ്, എന്തൊക്കെയാണ് ഈ ഇന്റർനെറ്റ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനെ 3 കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്, വെബ് സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത് ഈ സർവീസസ് പീപ്പിളിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും, അതായത് ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമെയിൽ. ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും. ഫോർ എക്സാമ്പിൾ ജിമെയിൽ, ഔട്ട്ലുക്ക്. നെക്സ്റ്റ് ചാറ്റ് ആൻഡ് ഇൻസ്റ്റന്റ് മെസ്സേജിങ്. ഈ റിയൽ ടൈം മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതായത് ക്വിക്ക് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റിയൽ ടൈം മെസ്സേജിങ് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ ഈ വാട്സാപ്പ്, മെസ്സഞ്ചേഴ്സ്, ടെലിഗ്രാം, ഇതൊക്കെ ഈ 3 നമ്മൾ ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്, റൈറ്റ്? സോ ഈ ചാറ്റും ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങും ഇത് റിയൽ ടൈം മെസ്സേജിങ് ആപ്ലിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ക്വിക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ വാട്സാപ്പ്, മെസ്സഞ്ചർ, ടെലിഗ്രാം. നെക്സ്റ്റ് VoIP. ഓക്കെ, അതായത് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇത് വീഡിയോ കോൾസ്, അതായത് ഇന്റർനെറ്റിലൂടെ ഒരു ട്രഡീഷണൽ ഫോൺ ലൈനിന് പകരം ഇന്റർനെറ്റിലൂടെ നമുക്ക് വോയിസ് കോള് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്കൈപ്പ്, സൂം ഒക്കെ പോലെ. സോ മേക്കിംഗ് വോയിസ് കോൾ ഓവർ ദ ഇന്റർനെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ ട്രഡീഷണൽ ഫോൺ ലൈൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്കൈപ്പ്, സൂം. നെക്സ്റ്റ് വീഡിയോ കോൺഫറൻസിങ്, അതായത് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ്, ഓൺലൈനായിട്ട് നമ്മളൊരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓഫൻ വിത്ത് സ്ക്രീൻ ഷെയറിംഗ് ആൻഡ് റെക്കോർഡിംഗ്. അവിടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. സോ ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ഓഫൻ വിത്ത് സ്ക്രീൻ ഷെയറിംഗ് ആൻഡ് റെക്കോർഡിംഗ്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, സൂംസ്. ഓക്കെ, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, സൂം. നെക്സ്റ്റ് കീ പോയിന്റ്. ഈ കമ്മ്യൂണിക്കേഷൻ സർവീസസ് പീപ്പിളിന് ഗ്ലോബലി കണക്ട് ചെയ്യാനും കൊളാബറേഷൻസ് കുറച്ചുകൂടെ ഈസിയർ ആക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സർവീസസ് പീപ്പിൾ ഗ്ലോബലി കണക്ട് ചെയ്യുകയും കൊളാബറേഷൻ ഈസിയർ ആക്കുകയും ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ സർവീസസ് പീപ്പിളിനെ ഗ്ലോബലി കണക്ട് ചെയ്യുകയും കൊളാബറേഷൻ കുറച്ചുകൂടെ ഈസിയർ ആക്കുകയും ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കോൺഫറൻസിങ്, ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നതും ഓഫൻ വിത്ത് സ്ക്രീൻ ഷെയറിംഗ് ആൻഡ് റെക്കോർഡിംഗ്, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, സൂം. കീ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ് പീപ്പിളിനെ ഗ്ലോബലി കണക്ട് ചെയ്യാനും കൊളാബറേഷൻസ് കുറച്ചുകൂടെ ഈസിയർ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്, ഈ സർവീസസ് യൂസേഴ്സിന് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ് ആണ്. ഓക്കെ, ഈ സർവീസസ് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാനും ഇന്റർനെറ്റിലൂടെ, അതായത് ഈ സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിലൂടെ ഇൻഫോർമേഷൻസ്
സർവീസസ്, ഈ സർവീസസ് യൂസേഴ്സിന് ഇന്റർനെറ്റിലൂടെ ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ദീസ് സർവീസസ് ഹെൽപ്പ് യൂസേഴ്സ് ഫൈൻഡ് ആൻഡ് ആക്സസ് ഇൻഫോർമേഷൻ ഓൺ ദ ഇന്റർനെറ്റ്. നെക്സ്റ്റ്, വേൾഡ് വൈഡ് വെബ്, ദാറ്റ് ഇസ് WWW. ഇത് ബ്രൗസിങ്, അതായത് ഒരു വെബ്സൈറ്റ് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു വെബ്സൈറ്റ് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയ, ന്യൂസ് സൈറ്റ്സ്, ബ്ലോഗ്സ്. വിക്കിപീഡിയ, ന്യൂസ് സൈറ്റ്സ്, ബ്ലോഗ്സ്, ഇത് ബ്രൗസിങ്. ഓക്കെ, അതായത് ഒരു വെബ്സൈറ്റ് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയ, ന്യൂസ് സൈറ്റ്, ബ്ലോഗ്സ്. സോ ബ്രൗസിങ്, അതായത് ഒരു വെബ്സൈറ്റ് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയ, ന്യൂസ് സൈറ്റ്, ബ്ലോഗ്സ്. നെക്സ്റ്റ്, FTP. ഓക്കെ, FTP എന്ന് പറയുന്നത് എന്താ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്? സോ FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഈ നമ്മളിപ്പോൾ ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ, അതായത് കമ്പ്യൂട്ടറിന്റെ ഇടയിൽ ഇന്റർനെറ്റിലൂടെ ഫയൽസ് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഈ ഒരു FTP നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫയൽസില കോർ FTP. ഓക്കെ, ഫയൽസിലെയും അതുപോലെ തന്നെ കോർ FTPയും. സോ ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഫയൽസ് കമ്പ്യൂട്ടേഴ്സിന്റെ ഇടയിൽ ഇന്റർനെറ്റിലൂടെ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെർച്ച് എൻജിൻ, ഇത് യൂസേഴ്സിന് ഒരു സ്പെസിഫിക് ഇൻഫോർമേഷൻസ് ഇന്റർനെറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, help users find specific information on the internet quickly. For example, Google, Bing, Yahoo. Next, digital libraries. Online collaboration of books, journals, research papers. Okay, online collaboration of books, journals, research papers. For example, JSTOR, Google Scholar. Okay, JSTOR, Google Scholar. കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്. ഓക്കെ, ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ് ഇത് എന്താക്കുന്നുണ്ട്? ഈ നോളജ് ഒക്കെ, അതായത് എവിടെ നിന്ന് വേണമെങ്കിലും ഉള്ള നോളജ് ആക്സസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഈസി ആക്കുന്നുണ്ട്. സോ ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ് മേക്ക് ഇറ്റ് ഈസി ടു ആക്സസ് നോളജ് ഇൻസ്റ്റന്റ്ലി ഫ്രം എനിവെയർ. നെക്സ്റ്റ്, വെബ് സർവീസസ്. വെബ് സർവീസസ് മെഷീൻസിനെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിനെയും, ഓക്കെ, മെഷീൻസിനെയും ആപ്ലിക്കേഷൻസിനെയും ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സോ വെബ് സർവീസസ് മെഷീൻസും ആപ്ലിക്കേഷൻസും ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് ഓട്ടോമേഷനും അതുപോലെ തന്നെ ഇന്റഗ്രേഷനും, ഈ ആപ്ലിക്കേഷന്റെ ഇടയിലുള്ള ഓട്ടോമേഷനും ഇന്റഗ്രേഷനും ഇനാബിൾ ചെയ്യുന്നുണ്ട്. സോ വെബ് സർവീസസ് മെഷീൻസിനെയും ആപ്ലിക്കേഷൻസിനെയും ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് ഓട്ടോമേഷനും ഇന്റഗ്രേഷനും, ആപ്ലിക്കേഷന്റെ അടുക്കുള്ള ഓട്ടോമേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ്. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ് ലൈക്ക് പേപാൽ അല്ലെങ്കിൽ റേസർ പേ ഒക്കെ പോലെ. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ് ലൈക്ക് പേപാൽ ഓർ റേസർ പേ. APIs, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ്. ഓക്കെ, APIs എന്ന് പറയുന്നത് എന്താ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ് ആണ്. ഇത് എന്ത് അനുവദിക്കുന്നുണ്ട്? ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആപ്സിന് ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. സോ ഈ വെബ് സർവീസസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ഓൺലൈൻ ആപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ കൊമേഴ്സിന്റെയും ബാക്ക് ബോൺ ആണ് നമുക്ക് പറയാം. സോ ഇന്റർനെറ്റ് സർവീസസ്, ഇന്റർനെറ്റ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ മെയിൻലി 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സർവീസ്, ഇൻഫർമേഷൻ റിട്രീവൽ സർവീസ് ആൻഡ് വെബ് സർവീസ്. കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത് ഈ സർവീസസ് പീപ്പിളിന് ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ,
ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി മെസ്സേജ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജിമെയിൽ, ഔട്ട്ലുക്ക്. നെക്സ്റ്റ് ചാറ്റ് ആൻഡ് ഇൻസ്റ്റന്റ് മെസ്സേജിങ്. ഈ റിയൽ ടൈം മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ ക്വിക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാട്സാപ്പ്, മെസ്സഞ്ചർ, ടെലിഗ്രാം. നെക്സ്റ്റ് VoIP, ദാറ്റ് ഈസ് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വോയിസ് കോൾ ഇന്റർനെറ്റിലൂടെ, അതായത് ഒരു ട്രഡീഷണൽ ഫോൺ ലൈൻസിന് പകരം ഇന്റർനെറ്റിലൂടെ വോയിസ് കോള് ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്റർനെറ്റിന് പകരം, ഓക്കെ, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫോൺ കോളിന് പകരം ഇന്റർനെറ്റിലൂടെ നമുക്ക് വോയിസ് കോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കൈപ്പ്, സൂം ഒക്കെ. നെക്സ്റ്റ് വീഡിയോ കോൺഫറൻസിങ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ്, ഓക്കെ, ഓൺലൈൻ ആയിട്ടുള്ള ഫേസ് ടു ഫേസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീം, സൂം. ഓക്കെ, കീ പോയിന്റ്സ്. ഈ കമ്മ്യൂണിക്കേഷൻ സർവീസസ് പീപ്പിളിനെ ഗ്ലോബലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൊളാബറേഷൻ കുറച്ചുകൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സർവീസസ് പീപ്പിളിനെ ഗ്ലോബലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൊളാബറേഷൻ ഈസിയർ ആക്കാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്. ഈ സർവീസസ് യൂസേഴ്സിന്, ഓക്കെ, ഈ സർവീസസ് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇന്റർനെറ്റിലൂടെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വേൾഡ് വൈഡ് വെബ്. ഇത് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയ, ന്യൂസ് സൈറ്റ്സ്, ബ്ലോഗ്സ് ഒക്കെ. നെക്സ്റ്റ് we all know about FTP, that is a file transfer protocol. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതായത് കമ്പ്യൂട്ടറിലൂടെ ഇന്റർനെറ്റിൽ, അതായത് കമ്പ്യൂട്ടേഴ്സ് ഓവർ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓവർ ദ ഇന്റർനെറ്റിലൂടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് FTP യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെർച്ച് എൻജിൻസ്. ഇത് യൂസേഴ്സിന്, ഓക്കെ, യൂസേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇന്റർനെറ്റിലൂടെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസേഴ്സിന് സ്പെസിഫിക് ഇൻഫോർമേഷൻ ഇന്റർനെറ്റിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ബിങ്, യാഹൂ. നെക്സ്റ്റ് ഡിജിറ്റൽ ലൈബ്രറീസ്. ഈ ഓൺലൈൻ കളക്ഷൻസ്, അതായത് ബുക്സിൻ്റെ, ജേർണൽസിൻ്റെ, റിസർച്ച് പേപ്പേഴ്സിൻ്റെ ഒക്കെ ഓൺലൈൻ കളക്ഷൻസ്, ഓക്കെ, ഓൺലൈൻ കളക്ഷൻസ്, അതായത് ബുക്സ്, ജേർണൽസ്, റിസർച്ച് പേപ്പേഴ്സിൻ്റെ ഒക്കെ ഓൺലൈൻ കളക്ഷൻസ് ആണ് ഡിജിറ്റൽ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ജേസ്റ്റർ, ഗൂഗിൾ സ്കോളേഴ്സ് ഒക്കെ. ഈ ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ്, അത് ഇൻഫോർമേഷൻ റിട്രീവൽ സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്യുന്നത് ഈസി ആക്കുന്നുണ്ട്. അതായത് ഈ നോളജ് ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യുന്നത് ഈസി ആക്കുന്നുണ്ട്. നെക്സ്റ്റ് വെബ് സർവീസസ്. ഈ വെബ് സർവീസസ് മെഷീൻസിനെയും ആപ്ലിക്കേഷൻസിനെയും ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ വെബ് സർവീസസ് മെഷീൻസ് ആൻഡ് ആപ്ലിക്കേഷൻസിന് ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് ഓട്ടോമേഷനും അതുപോലെ തന്നെ ഇന്റഗ്രേഷനും, ആപ്ലിക്കേഷന്റെ ഇടയിൽ ഓട്ടോമേഷനും ഇന്റഗ്രേഷനും ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ് ലൈക്ക് പേപാൽ അല്ലെങ്കിൽ റേസർ പേ. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ് ലൈക്ക് പേപാൽ അല്ലെങ്കിൽ റേസർ പേ APIs, അതായത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, അത് ആപ്ലിക്കേഷൻസിന് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ് ലൈക്ക് പേപാൽ അല്ലെങ്കിൽ റേസർ പേ APIs, അതായത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ്, അത് ആപ്സിന് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് കീ പോയിന്റ്സ്. ഈ വെബ് സർവീസസ് എന്ന് പറയുന്നത് മോഡേൺ ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെയും അതുപോലെ തന്നെ കൊമേഴ്സിന്റെയും ബാക്ക് ബോൺ ആണ് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡക്ഷൻ. വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്
ടിം ബേണേഴ്സ്-ലീ ആണ് in the year 1989. ഓക്കെ, വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ടിം ബേണേഴ്സ്-ലീ in 1989. ഇതൊരു സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, ഇതൊരു സിസ്റ്റം ആണ് ഓഫ് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ആൻഡ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ് ആൻഡ് റിസോഴ്സസിന്റെ ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. സോ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ടിം ബേർണേഴ്സ്-ലീ ആണ് in 1989. ഇതൊരു സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ആൻഡ് റിസോഴ്സസ് ആണ് വിച്ച് ഇസ് അവൈലബിൾ ഓൺ ദ ഇന്റർനെറ്റ്. പ്രോട്ടോകോൾസ് യൂസ്ഡ്, ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ്, വെബ് വർക്ക്സ് യൂസിങ് HTTP. ഓക്കെ, വെബ് വർക്ക്സ് യൂസിങ് HTTP, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് വെബ് വർക്ക്സ് യൂസിങ് HTTP. അതുപോലെ തന്നെ HTTPS, ദാറ്റ് ഇസ് സെക്യൂർ വേർഷൻ. ഈ HTTPന്റെ തന്നെ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള വേർഷൻ ആണ് HTTPS എന്ന് പറയുന്നത്. സോ വെബ് വർക്ക് ചെയ്യുന്നത് HTTP യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, വെബ് വർക്ക് ചെയ്യുന്നത് HTTP യൂസ് ചെയ്തിട്ടാണ്, ദാറ്റ് ഇസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതേപോലെ തന്നെ HTTPS ഇത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള വേർഷൻ ആണ്. ഈ പ്രോട്ടോകോൾസ് ഡേറ്റ, അതായത് ഈ വെബ് ബ്രൗസറും അതുപോലെ തന്നെ ബ്രൗസേഴ്സിന്റെയും വെബ് സെർവേഴ്സിന്റെയും ബ്രൗസേഴ്സിന്റെയും ഇടയിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ അനുവദിക്കുന്നുണ്ട്. ഈ ഒരു പ്രോട്ടോകോൾ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വെബ് പേജസ് ആൻഡ് ഹൈപ്പർ ലിങ്ക്സ്. ഈ www അകത്തുള്ള ഇൻഫോർമേഷൻസ് വെബ് പേജസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ വേൾഡ് വൈഡ് വെബിന്റെ അകത്തുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് വെബ് പേജസിലായിരിക്കും. അപ്പൊ ഈ പേജസ് ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പേജസ് ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ടേക്ക് നമ്മളെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിച്ച് ലെറ്റ് യു മൂവ് ഫ്രം വൺ പേജ് ടു എനദർ ഈസിലി, വളരെ ഈസി ആയിട്ട് തന്നെ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് വെബ് ബ്രൗസേഴ്സ്. ഈ www ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രോം, ഫയർഫോക്സ് അല്ലെങ്കിൽ സഫാരി ഒക്കെ പോലെയുള്ള ബ്രൗസേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, www ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോം, ഫയർഫോക്സ് അല്ലെങ്കിൽ സഫാരി ഒക്കെ പോലെയുള്ള ബ്രൗസേഴ്സ് യൂസ് ചെയ്യും. ഈ ബ്രൗസേഴ്സ് വെബ്സൈറ്റ്സിനാണ് ഓക്കെ യൂസർ ഫ്രണ്ട്ലി ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സോ ബ്രൗസേഴ്സ് വെബ്സൈറ്റിന് ഒരു യൂസർ ഫ്രണ്ട്ലി ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടിമീഡിയ ഇൻഫർമേഷൻ. ഈ www ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, www ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റിന് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ഈ ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ, ആനിമേഷൻ ഒക്കെ പോലെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റിന് www പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ററാക്റ്റീവും അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ലേണിങ്ങിനും എന്റർടൈൻമെന്റിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ള, അതായത് എഡ്യൂക്കേഷനും കമ്മ്യൂണിക്കേഷനും ആക്കുന്നുണ്ട്. ഓക്കെ, ദിസ് മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ഫോർ ലേണിംഗ്, എന്റർടൈൻമെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ എന്ത് പറഞ്ഞു, വേൾഡ് വൈഡ് വെബിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ ഒരു വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ടിം ബേർണേഴ്സ്-ലീ ആണ് in the year 1989. ഇതൊരു സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ റിസോഴ്സസ് ആണ്. ഇത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇന്റർലിങ്ക്ഡ് സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ആൻഡ് റിസോഴ്സസിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, വെബ്. ഓക്കെ, ദ വെബ് വർക്ക് യൂസിങ് HTTP, ദാറ്റ് ഇസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആൻഡ് HTTPS. ഈ ഒരു HTTPന്റെ തന്നെ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഈ പ്രോട്ടോകോള് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെബ്
വെബ് സെർവേഴ്സ് ആൻഡ് ബ്രൗസറിന്റെ ഇടയിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് വെബ് പേജസ് ആൻഡ് ഹൈപ്പർ ലിങ്ക്സ്, അതായത് ഈ wwwന്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് വെബ് പേജസിലായിരിക്കും. അപ്പൊ ഈ പേജസ് ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേജസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, വെബ് ബ്രൗസേഴ്സ്, ഇത് www ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രോം, ഫയർഫോക്സ് അല്ലെങ്കിൽ സഫാരി ഒക്കെ പോലെയുള്ള ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബ്രൗസേഴ്സ് വെബ്സൈറ്റിന് യൂസർ ഫ്രണ്ട്ലി ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് തരുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് മൾട്ടിമീഡിയ ഇൻഫർമേഷൻ. www ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ, ആനിമേഷൻ ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള കോണ്ടന്റ്സ് www പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ററാക്റ്റീവും അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ലേണിങ്ങും എന്റർടൈൻമെന്റും കമ്മ്യൂണിക്കേഷനും ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമെയിൽ. ഇമെയിൽ എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റും അതുപോലെ തന്നെ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ് സർവീസ് ആണ്. ഓക്കെ, വൈഡ്ലി യൂസ്ഡ് ഇമെയിൽ എന്ന് പറയുന്നത് ഓൾഡസ്റ്റും ഏറ്റവും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ് സർവീസിന്റെ അകത്തുള്ള ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇത് പീപ്പിളിന് മെസ്സേജസ് വളരെ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് ലോകത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പീപ്പിളിന്, ആൾക്കാർക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇമെയിലിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്? ഇമെയിൽ അഡ്രസ്, മെയിൽ ബോക്സ്, ഇതൊക്കെ എന്താ കോമ്പണൻസ് ആണ്, റൈറ്റ്? സോ ഇമെയിൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇന്റർനെറ്റ് സർവീസസ് ആണ്. ഇത് പീപ്പിളിന് മെസ്സേജസ് വളരെ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും അനുവദിക്കുന്നുണ്ട് എനിവേർ ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് കോമ്പണൻസ് ഓഫ് ഇമെയിൽ. ഇമെയിൽ അഡ്രസ്, ഫോർ എക്സാമ്പിൾ user@example.com. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂസറിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇമെയിൽ അഡ്രസ് ഫോർ എക്സാമ്പിൾ user@example.com, ഇത് യുണീക്ക് ആയിട്ട് യൂസറിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെയിൽ ബോക്സ്, ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. അതായത് ഇമെയിൽസ് ഒക്കെ, അതായത് എവിടെ നിന്നാണ് വേർ റിസീവ്ഡ് ഇമെയിൽസ് ആർ കെപ്റ്റ്, അതായത് എവിടെയാണോ ഈ റിസീവ് ചെയ്തിട്ടുള്ള ഇമെയിൽസ് ഒക്കെ കെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോറേജ് ഏരിയനെയാണ് നമ്മൾ മെയിൽ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് റൂൾസ് ആണ്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റിസീവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഒരു ഇമെയിൽസ് സെൻഡ് ചെയ്യേണ്ടതെന്നും റിസീവ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറയുന്ന റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് റൂൾസ് ഉള്ളത്, ദാറ്റ് ഈസ് SMTP ആൻഡ് POP3. ഓക്കെ, SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇത് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, SMTP എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇത് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് POP3, ദാറ്റ് ഈസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ IMAP. ഓക്കെ, അതൊരു ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ആണ്. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ആണ്. ഇത് ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോട്ടോകോൾസ് ഇത് എങ്ങനെയാണ് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ളത്. ഓക്കെ, റൂൾസ് ദാറ്റ് കൺട്രോൾ ഹൗ ഇമെയിൽസ് ആർ സെൻഡ് ആൻഡ് റിസീവ്ഡ്. നെക്സ്റ്റ് SMTP, ഇതൊരു സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇത് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. POP3, ദാറ്റ് ഈസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ IMAP, ഇതൊരു ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇമെയിൽ എന്ന് പറയുന്നത് ഫാസ്റ്റും ചീപ്പും റിലയബിളും ആയിട്ടുള്ള, ഓക്കെ, ഫാസ്റ്റും ചീപ്പും റിലയബിളും ആണ്. ഇതൊരു പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് നമുക്ക് പറയാം. അതൊരു പേഴ്സണൽ, ബിസിനസ് ആൻഡ് അക്കാദമിക് യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് നമുക്ക് പറയാം. ഓക്കെ,
സോ ഇമെയിൽ എന്ന് പറയുന്നത് ഏറ്റവും പഴയതും അതുപോലെ തന്നെ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ള ഇന്റർനെറ്റ് സർവീസുകളിൽ ഒന്നാണ് നമുക്ക് പറയാം. ഇത് പീപ്പിളിന് മെസ്സേജസ് വളരെ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാനും എവിടെ നിന്ന് വേണമെങ്കിലും റിസീവ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. കോമ്പണൻസ് ഓഫ് ഇമെയിൽ അഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ user@example.com, ഇത് യുണീക്ക് ആയിട്ട് യൂസറിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. മെയിൽ ബോക്സ് ഒരു സ്റ്റോറേജ് ഏരിയ ആണ്, അതായത് എവിടെയാണോ ഇമെയിൽസ് ഒക്കെ റിസീവ് ചെയ്തത് കെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോറേജ് ഏരിയനെയാണ് നമ്മൾ മെയിൽ ബോക്സ് എന്ന് പറയുന്നത്. പ്രോട്ടോകോള് ഇതൊരു റൂളാണ്, അതായത് എങ്ങനെയാണ് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നതെന്നും റിസീവ് ചെയ്യുന്നതെന്നും കൺട്രോൾ ചെയ്യുന്ന റൂളിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് SMTP, ഇതൊരു സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇത് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോള് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. POP3, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ IMAP. ഓക്കെ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ IMAP, ഇതൊരു ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസിങ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ആണ്. ഇത് ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കീ പോയിന്റ്സ്, ഇമെയിൽ എന്ന് പറയുന്നത് ഫാസ്റ്റും ചീപ്പും റീലയബിളും ആണ്. ഇത് പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ടൂൾ ഫോർ പേഴ്സണൽ, ബിസിനസ് ആൻഡ് അക്കാദമിക് യൂസ്. ഓക്കെ, പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് പേഴ്സണൽ, ബിസിനസ് ആൻഡ് അക്കാദമിക് യൂസിന് വേണ്ടിയിട്ട്. ഇനി എന്താണ് വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? എന്താണ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണ്. അത് നമ്മൾ ഒരു വെബ്സൈറ്റ്, ഇന്റർനെറ്റിന്റെ അകത്തുനിന്ന് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനും വ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. സോ web browsers are program that let us access and view website on the internet. For example, Google Chrome, Mozilla Firefox, Microsoft Edge, Safari. ഓക്കെ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി. ഇനി എന്തൊക്കെയാണ് ബ്രൗസേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ബുക്ക് മാർക്സ്, അത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ സേവ് ചെയ്യും. ഓക്കെ, ബുക്ക് മാർക്സ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ സേവ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ഈ വെബ്സൈറ്റ്, അതായത് ഒരു ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യൂ ചെയ്യുന്നുണ്ട്. വ്യൂ ദ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ് യു വിസിറ്റഡ് ബിഫോർ, അതായത് നമ്മൾ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള വെബ്സൈറ്റിനെ വ്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടാബ്സ്, ഇത് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിനെ ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൈവറ്റ് ബ്രൗസിംഗ്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വെബിനെ വിത്തൗട്ട് ഹിസ്റ്ററി സേവ് ചെയ്യാതെ തന്നെ സർഫ് ചെയ്യും. ഓക്കെ, സർഫ്, നോട്ട് ദ പോയിന്റ് സർഫ്, ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യും. സോ ജസ്റ്റ് ഈ ഒരു സർഫ് എന്ന് പറയുന്ന വേർഡ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. സർഫ് എന്ന് പറയുന്നത്, അപ്പൊ ഈ സർഫ് എന്ത് ചെയ്യുന്നുണ്ട്? വെബ് സർഫ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് സേവിങ് ഹിസ്റ്ററി. നെക്സ്റ്റ് എക്സ്റ്റൻഷൻ, എക്സ്ട്രാ ടൂൾസ് ആയിട്ടുള്ള ആഡ് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഡ് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ബ്രൗസർ എന്ന് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാംസ് ആണ്. അത് നമ്മളെ വെബ്സൈറ്റിനെ ഇന്റർനെറ്റിന്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യാനും വ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. എന്തൊക്കെയാണ് ബ്രൗസേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ബുക്ക് മാർക്സ്, ഫേവറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ഒരു ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്, ഓക്കെ, നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ വിസിറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിസ്റ്റ് വ്യൂ ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിനെ ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്രൈവറ്റ് ബ്രൗസിങ്, വെബ് ഹിസ്റ്ററി സേവ് ചെയ്യാതെ തന്നെ സർഫ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻഷൻ, എക്സ്ട്രാ ടൂൾസ് ആയിട്ടുള്ള ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെർച്ച് എൻജിൻസ്. എന്താണ് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്? ഇത് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് യൂസേഴ്സിന്, ഓക്കെ, അതായത് സെർച്ച് എൻജിൻ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർനെറ്റിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്? സെർച്ച് എൻജിന് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് ഇന്റർനെറ്റിലൂടെ വളരെ പെട്ടെന്ന് തന്നെ
എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിന് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ബിങ്, യാഹു, ഡക് ഡക് ഗോ ഇതൊക്കെ എന്താ സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ആണ്. സോ ഗൂഗിള്, ബിങ്, യാഹു, ഡക് ഡക് ഗോ ദീസ് ഓൾ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എഞ്ചിൻ. ഇനി ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇത് വെബ് പേജസ് ഇൻഡെക്സ് ചെയ്യും. ഓക്കെ, അതായത് വെബ്സൈറ്റ് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ദേ ഇൻഡെക്സ് വെബ് പേജസ്. അതുപോലെ തന്നെ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റാങ്ക് റിസൾട്ടിനെ റാങ്ക് ചെയ്യും. എന്നിട്ട് മോസ്റ്റ് റെലിവെന്റ് ആയിട്ടുള്ള പേജിനെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, റിസൾട്ടിനെ റാങ്ക് ചെയ്തിട്ട് മോസ്റ്റ് റെലിവെന്റ് ആയിട്ടുള്ള പേജിനെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ സെർച്ച് എഞ്ചിൻ എന്താ? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിന് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ബിങ്, യാഹു, ഡക് ഡക് ഗോ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇത് ഇൻഡെക്സും വെബ് പേജസും. ഓക്കെ, ഇൻഡെക്സും വെബ് പേജസും, അതായത് വെബ് പേജസിനെ ഇൻഡെക്സ് ചെയ്യും. അതായത് ഈ വെബ്സൈറ്റ് ഡേറ്റാസ് കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ട് ദെൻ റിസൾട്ട് റാങ്ക് ചെയ്തിട്ട് മോസ്റ്റ് റെലിവെന്റ് ആയിട്ടുള്ള പേജസ് ഫസ്റ്റ് കാണിക്കും. നെക്സ്റ്റ് URL, ദാറ്റ് ഈസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണ് URL എന്ന് പറയുന്നത്? URL എന്ന് പറയുന്നത് ഒരു വെബ് അഡ്രസ് ആണ്. ഓക്കെ, URL എന്ന് പറയുന്നത് വെബ് അഡ്രസ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് URL എന്ന് പറയുന്നത് ഒരു വെബ് അഡ്രസ് ആണ്. ഇത് റിസോഴ്സസ് ഇന്റർനെറ്റിൽ ഫൈൻഡ് ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ URL എന്ന് പറയുന്നത് ഒരു വെബ് അഡ്രസ് ആണ്. ഇത് റിസോഴ്സസ് ഫൈൻഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട് ഇന്റർനെറ്റിൽ നിന്ന് റിസോഴ്സസ് ഫൈൻഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു URL യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ URL. ഇനി എന്തൊക്കെയാണ് കോമ്പണൻസ് എന്ന് പറയുന്നത്? പ്രോട്ടോകോൾസ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു റിസോഴ്സസ് ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് റിസോഴ്സസ് ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ HTTP, HTTPS. ഡൊമൈൻ നെയിം, ഇതൊരു വെബ്സൈറ്റ് നെയിം ആണ്. ഫോർ എക്സാമ്പിൾ example.com. പാത്ത്, ഇത് സ്പെസിഫിക് ആയിട്ടുള്ള പേജ് അല്ലെങ്കിൽ ഫയൽ ആണ്. ഓക്കെ, സ്പെസിഫിക് പേജോ അല്ലെങ്കിൽ ഫയലോ ആണ്. ഫോർ എക്സാമ്പിൾ index.html. ഓക്കെ, സോ URL എന്ന് പറയുന്നത് ഒരു വെബ് അഡ്രസ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് ഓപ്പൺ റിസോഴ്സസ് ഓൺ ദ ഇന്റർനെറ്റ്. കോമ്പണൻസ് എന്തൊക്കെയാണ്? പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, പാത്ത്. പ്രോട്ടോകോൾ നമുക്ക് എങ്ങനെയാണ് റിസോഴ്സസ് ആക്സസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഡൊമൈൻ നെയിം വെബ്സൈറ്റിന്റെ നെയിം പറഞ്ഞു തരുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള പേജ് അല്ലെങ്കിൽ ഫയൽ ആണ് പാത്ത് എന്ന് പറയുന്നത്. വെബ് പ്രോട്ടോകോൾ, ഇവിടെ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് റൂൾസ് ആണ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഫോളോ ചെയ്യുന്ന റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എത്ര പ്രോട്ടോകോൾസ് ഉണ്ട്? HTTP അല്ലെങ്കിൽ HTTPS പ്രോട്ടോകോള്. ഇത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോകോള് യൂസ് ചെയ്യുന്നത്. HTTPS എന്ന് പറയുന്നത് സെക്യൂർ വേർഷൻ ആണ്. ഓക്കെ, വിത്ത് എൻക്രിപ്ഷൻ. സോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTP അല്ലെങ്കിൽ HTTPS യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. HTTPS എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള വേർഷൻ ആണ്. എന്തും കൂടെ ഉണ്ടാവും? എൻക്രിപ്ഷനും കൂടെ ഉണ്ടാവും. FTP, ഇതൊരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഇടയിൽ നിന്ന് ഫയൽസ് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് FTP അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമെയിൽ പ്രോട്ടോകോൾസ്. SMTP, ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, SMTP എന്ന് പറയുന്നത് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. POP3 അല്ലെങ്കിൽ IMAP എന്താണ്? ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, POP3 അല്ലെങ്കിൽ IMAP ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് TCP അല്ലെങ്കിൽ IP, ഇതൊരു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ബേസ് പ്രോട്ടോകോൾ ആണ്. ഇന്റർനെറ്റിന്റെ ഒരു ബേസ് പ്രോട്ടോകോൾ ആണ് നമുക്ക് പറയാം. ഇത് ഡേറ്റാസ് ഒക്കെ തന്നെ
പാക്കറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ എന്തൊക്കെയാണ് വെബ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ഈ പ്രോട്ടോകോൾസ് ഒക്കെ തന്നെ റൂൾസ് ആണ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടേഴ്സ് ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഹിയർ വി ഹാവ് HTTP അഥവാ HTTPS പ്രോട്ടോകോൾ. ഇത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് HTTPS എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള വേർഷൻ ആണ് വിത്ത് എൻക്രിപ്ഷനോട് കൂടിയിട്ട്. FTP, that is ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് ഫയൽസ് അപ്ലോഡ് ചെയ്യാനും കമ്പ്യൂട്ടറിന്റെ ഇടയിൽ നിന്ന് ഫയൽസ് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇമെയിൽ പ്രോട്ടോകോൾ, ദാറ്റ് ഈസ് SMTP, ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് POP3 അല്ലെങ്കിൽ IMAP, ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, SMTPയും POP3യും അല്ലെങ്കിൽ IMAP മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും. നെക്സ്റ്റ് TCP അല്ലെങ്കിൽ IP, ഇതൊരു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇത് ഇന്റർനെറ്റിന്റെ ബേസ് പ്രോട്ടോകോൾ, ബേസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ഡേറ്റാസ് ഒക്കെ ബ്രോക്കൺ ചെയ്ത് പാക്കറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഡൊമെയിൻ നെയിം ആൻഡ് IP അഡ്രസ്. ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റീഡബിൾ നെയിം ആണ്. വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ റീഡബിൾ നെയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ google.com. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഒരു നമ്പർ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡൊമെയിൻ നെയിം ഓർമ്മിച്ച് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റീഡബിൾ നെയിം ആണ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. google.com ഒക്കെ പോലെ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ നമ്പേഴ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓർമ്മിച്ച് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് IP അഡ്രസ്സസ്. ഇത് യുണീക്ക് ആയിട്ടുള്ള ഒരു ന്യൂമറിക് ഐഡന്റിഫയർ ആണ്. ഓക്കെ, എല്ലാ ഡിവൈസസും ഇന്റർനെറ്റിന്റെ അകത്തുള്ള എല്ലാ ഡിവൈസസിനും വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് ന്യൂമറിക് ഐഡന്റിഫയർ ആണ്. ഇവിടെ രണ്ട് ടൈപ്സ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് IPv4 ലൈക്ക് 192.168.1.1. അതേപോലെ തന്നെ IPv6 ലൈക്ക് 2001 2001 DB8 1. ഓക്കെ, സോ ഇവിടെ രണ്ട് ടൈപ്സ് ഉള്ളത്. ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പർ ന്യൂമറിക് ഐഡന്റിഫയർ ആണ് ഫോർ എല്ലാ ഡിവൈസസ്, ഇന്റർനെറ്റിന്റെ അകത്തുള്ള എല്ലാ ഡിവൈസസിനും വേണ്ടിയിട്ട്. ഇവിടെ രണ്ട് ടൈപ്സ് ഉള്ളത്. ദാറ്റ് ഈസ് IPv4ഉം IPv6ഉം. DNS, ഇതൊരു ഡൊമെയിൻ നെയിം സിസ്റ്റം ആണ്. ഓക്കെ, ഡൊമെയിൻ നെയിം സിസ്റ്റം ആണ്. ഇതൊരു ഫോൺ ബുക്ക്, ഇന്റർനെറ്റിന്റെ അകത്തുള്ള ഒരു ഫോൺ ബുക്ക് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർനെറ്റിന്റെ അകത്തുള്ള ഒരു ഫോൺ ബുക്ക് ആയിട്ടാണ് ഈ ഒരു DNS വർക്ക് ചെയ്യുന്നത്. ഇത് ഡൊമെയിൻ നെയിം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് google.com ഒക്കെ പോലെയുള്ള ഡൊമെയിൻ നെയിമിന് IP അഡ്രസ്സിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. സോ ദാറ്റ് കമ്പ്യൂട്ടേഴ്സിനെ കറക്റ്റ് ആയിട്ട് സെർവറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഡൊമെയിൻ നെയിം ഒരു ഹ്യൂമൻ റീഡബിൾ നെയിം ആണ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. google.com ഒക്കെ പോലെ ഇത് നമ്പർ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഓർമ്മിച്ച് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. IP അഡ്രസ്, ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ന്യൂമറിക് ഐഡന്റിഫയർ ആണ് എല്ലാ ഡിവൈസസും, ഇന്റർനെറ്റിന്റെ അകത്തുള്ള എല്ലാ ഡിവൈസസിനും വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്, IPv4ഉം IPv6ഉം. DNS, ഇതൊരു ഡൊമെയിൻ നെയിം സിസ്റ്റം ആണ്. ഓക്കെ, ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റം ആണ്. ഇതൊരു ഫോൺ ബുക്ക്, ഇന്റർനെറ്റിന്റെ അകത്തുള്ള ഒരു ഫോൺ ബുക്ക് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഡൊമെയിൻ നെയിമിന് google.com ഒക്കെ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് IP അഡ്രസ്സിലോട്ടേക്ക് മാറ്റും. സോ എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് സെർവറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് സർഫിംഗ് ദ വെബ്. സർഫിംഗ് ദ വെബ് എന്ന് പറയുന്നത് എന്താ? സർഫിംഗ് ദ വെബ് മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഈ ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ് ഒക്കെ പോലെയുള്ള വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വെബ്സൈറ്റിന് ബ്രൗസ് ചെയ്യാന്നുള്ളതാണ് സർഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ സർഫ് എന്താന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? So surfing എന്ന് പറയുന്നത് surfing the web means browsing different website using a web browser like Chrome അല്ലെങ്കിൽ Firefox. How it works, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് ടോപ്പ് സെർച്ച് ഫോർ ടോപ്പിക്സിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാം. ദെൻ മൂവ് ബിറ്റ്വീൻ പേജസ് ഈസിലി. So you can click links, search for topics and move between pages easily. Purpose. ഇത് ഓൺലൈൻ ഇൻഫർമേഷൻസ് ഈസിയും ഫാസ്റ്റും ഇൻട്രാക്റ്റീവും ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഇൻഫർമേഷൻസിന് ഈസിയും ഫാസ്റ്റും ഇൻട്രാക്റ്റീവും ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. So you can learn, shop, watch videos or connect with the people. Okay, you can learn, shop, watch videos or connect with the people. Okay. സോ സർഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? സർഫിംഗ് ദ വെബ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെബ്സൈറ്റ് ഉണ്ടാവും. സോ ഒരു വെബ് ബ്രൗസർ ആയിട്ട്, അതായത് ഈ ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ് പോലെയുള്ള വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് വെബ്സൈറ്റിനെ ബ്രൗസ് ചെയ്യാന്നുള്ളതാണ് സർഫിംഗ് ദ വെബ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ലിങ്ക്സ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാം, എന്നിട്ട് ഡിഫറെൻറ്റ് പേജസ് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഓൺലൈൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഇറ്റ് മേക്ക് എക്സ്പ്ലോറിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ഈസി, ഫാസ്റ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ്. സോ നമുക്ക് പഠിക്കാൻ, ലേൺ ചെയ്യാനും ഷോപ്പ് ചെയ്യാനും വീഡിയോസ് വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പീപ്പിളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മോഡേൺ കമ്മ്യൂണിക്കേഷന്റെ ബാക്ക് ബോൺ ആണ് നമുക്ക് പറയാം. സോ ഒരു മോഡേൺ കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാലും ബിസിനസിൻ്റെ അകത്തും അതുപോലെ തന്നെ എന്റർടൈൻമെന്റിന്റെ അകത്തും, അതായത് പല മേഖലകളിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് കണക്ടിവിറ്റി പഠിച്ചു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു, സർവീസസും ടൂൾസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് key terms like www, that is World Wide Web, URL, protocols, domain names, IP addresses. So mastery of these concepts is essential for any computing professionals. Okay, so ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.